മൂലം ഖേദിക്കും നീ മാനവരെല്ലാം. ക്ഷാമവും ഭൂകമ്പവും വീടയാ. വ്യാധി മൂലം ഖേദിക്കും നീ മാനവരെല്ലാം. ക്ഷാമവും ഭൂകമ്പവും വീടയാ. യേശു നായക പാപശാപനാശക, വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മനായക. യേശു നായക പാപശാപനാശക, വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മനായക. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 32-ഉം 11-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ജനസിസ് ചാപ്റ്റർ 10 വേർഡ്സ് 32 ആൻഡ് 11 ചാപ്റ്റർ 11 വേർഡ്സ് 1. ഇവർ തന്നെ ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാവുന്നു ജലപ്രളയത്തിൻ്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്. These are the families of the sons of Noah after their generations in their nations, and by these were the nations divided in the earth after the flood. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. And the whole earth was of one language and of one speech. സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ഇറ്റ് കംസ് ഓൺലി ബൈ ഗ്രേസ്, നോട്ട് യുവർ എഫേർട്ട്, ബട്ട് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് യു ക്യാൻ ബ്രിങ് പ്ലഷർ ടു യുവർ ഹെവൻലി ഫാദർ ത്രൂ ഒബീഡിയൻസ്. എനി ആക്ട് ഓഫ് ഒബീഡിയൻസ് ഈസ് also an act of worship. Why is obedience so pleasing to God? Because it proves you really love Him. Jesus said, if you love me, you will obey my commandments. God smiles when we praise and thank Him continually. Few things feel better than receiving heartfelt praise and appreciation from someone else. God loves it too. He smiles when we express our adoration and gratitude to Him. Noah's life brought pleasures to God because he lived with a heart of praise and thanksgiving. Noah's first act after surviving the flood was to express his thanks to God by offering a sacrifice. തേർഡ് സെഷനിലേക്ക് പോവാം. പ്രോവർബ്സ്, അതായത് സദൃശവാക്യങ്ങൾ. സദൃശവാക്യം 10-6 മുതൽ 7 വരെ. പ്രോവർബ്സ് ചാപ്റ്റർ 10 വേർഡ്സ് 6 and 7. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു. ബ്ലെസ്സിംഗ് ആർ അപ്പോൺ ദ ഹെഡ് ഓഫ് ദ ജസ്റ്റ്, ബട്ട് വയലൻസ് കവറത്ത് ദ മൗത്ത് ഓഫ് ദി വിക്കറ്റ്. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ദ മെമ്മറി ഓഫ് ദ ജസ്റ്റ് ഈസ് ബ്ലെസ്ഡ്, ബട്ട് ദ നെയിം ഓഫ് ദ വിക്കറ്റ് ഷാൽ റോട്ട്. ഫോർത്ത് സെഷനിലേക്ക് പോവാം. മാത്യു അല്ലെങ്കിൽ മത്തായി 3:10. മാത്യു ചാപ്റ്റർ 3 വേർഡ്സ് 10. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം തീയിലിട്ട് ഇട്ട് കളയുന്നു. And now also the axe is laid unto the root of the trees. Therefore every tree which bringeth not forth good fruit is hewn down and cast into the fire. നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം. തീച്ചൂള. ദാനിയേൽ 3:1 മുതൽ 2 വരെ, 5 മുതൽ 6 വരെ, പിന്നെ 8, 12, 17, 30. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല എന്ന് വിശ്വസിക്കുവാൻ ഈ സംഭവം ജനത്തെ സഹായിച്ചു. നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ സ്വർണ്ണബിംബം ഉണ്ടാക്കി. എന്നിട്ട് എല്ലാവർക്കും നമസ്കരിക്കാൻ വേണ്ടി
അത് സമഭൂമിയിൽ സ്ഥാപിച്ചു. അവൻ എല്ലാ രാജകുമാരന്മാരോടും ഗവർണർമാരോടും ഉദ്യോഗസ്ഥന്മാരോടും അതിനെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടു. കൽപ്പന ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വാദ്യസംഗീതം കേൾക്കുമ്പോൾ രാജാവ് നിർത്തിയ ബിംബത്തിന് മുന്നിൽ കുമ്പിടണം. ആരെങ്കിലും വണങ്ങി നമസ്കരിക്കാതിരുന്നാൽ ആ നിമിഷം തന്നെ ചൂടുള്ള ചൂളയിൽ അവനെ എറിയും. ആ സമയം യഹൂദന്മാരുടെ ഇടയിൽ കുറ്റം കണ്ടുപിടിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആരാധന തുടങ്ങിയപ്പോൾ അവർ ദാനിയേലിന്റെ കൂട്ടുകാർക്കെതിരെ പരാതി നൽകി. മഹാരാജാവേ, അവർ പറഞ്ഞു, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പ്രധാന യഹൂദ ഉദ്യോഗസ്ഥന്മാർ നിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല. അവർ നിന്റെ ദൈവത്തെ ആരാധിക്കുന്നില്ല. നീ ഉയർത്തിയ ബിംബത്തിന് മുന്നിൽ നമസ്കരിക്കുകയും ചെയ്യുന്നില്ല. രാജാവ് അവരെ വിളിച്ച് ബിംബത്തെ ആരാധിക്കുവാൻ കൽപ്പിച്ചു. എങ്കിലും അവർ അത് വിസമ്മതിച്ചു. അവർ പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം കത്തുന്ന തീച്ചൂളയിൽ നിന്നും നിന്റെ ശക്തിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ ശക്തനാണ്. ഒരുപക്ഷെ രക്ഷിച്ചില്ലെങ്കിലും മഹാരാജാവേ, നിന്റെ ദൈവത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. നീ ഉയർത്തിയ സ്വർണബിംബത്തിന് മുൻപിൽ കുമ്പിടുകയുമില്ല. നോക്കാം. ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങളായി അറിയപ്പെടുന്നവർ. അവരിൽ നിന്നാവുന്നു ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്. These are the families of the sons of Noah after their generations in their nations, and by this were the nations divided in the earth after the flood. ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. And the whole earth was of one language and of one speech. അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കണ്ടന്റ് നോക്കുക. ഇനി നമുക്ക് സെക്കൻഡ് സെഷനായ റിക്ക് വാറൻസിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക് പോവാം. അതിൻ്റെ ഏറ്റവും മെയിനായിട്ടൊരു പോയിൻ്റാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. God loves it too. He smiles when we express our adoration and gratitude to him. Third session. നീതിമാന്മാരായി ജീവിച്ചാൽ ശിരസിന്മേൽ അനുഗ്രഹം വരുന്നതായും ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നുവെന്നും നമുക്ക് കാണാൻ സാധിക്കും. തേർഡ് സെഷൻ എന്ന് പറഞ്ഞാൽ പ്രോവേർബാണ്. പ്രോവേർബ്. ബ്ലെസ്സിങ് are upon the head of just, but violence covered the mouth of the wicked. നീതിമാന്മാരുടെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകുന്നു എന്നും നാം കാണുന്നു. The memory of the just is blessed, but the name of wicked shall not. Wicked shall rot. Fourth session മാത്യു ചാപ്റ്ററാണ്, മത്തായി. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കൊടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. And now also the axe is laid unto the root of the trees. Therefore every tree which bringeth not for the good fruit is hewn down and cast into the fire. അപ്പം നമ്മുടെ എല്ലാ സെഷനോട് അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.